ആസ് ബ്രൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഫ്രഷ് ആൻഡ് ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. സോ അതിന് വേണ്ടി നമ്മൾ കുറേ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടാകും. അതായത് ആസ് എ ബ്രൈഡ് നമ്മൾ ഡയറ്റ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ. അപ്പം അതിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡാണ് നട്ട്സ് എന്ന് പറയുന്നത്, അല്ലേ? നട്ട്സ് ആൻഡ് ഹണി കോംബോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്. ലൈക്ക് നട്ട്സിലുണ്ടാവുന്ന വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് അതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റീനെയും അതേപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഒരു കോമ്പാക്ട് പാക്കിൽ നമുക്ക് കിട്ടുവാണെങ്കിലോ, അങ്ങനെയുള്ള ഒരു ബ്രാൻഡാണ് അൽസാക്കിന്റെ ഹണി ഇൻഫ്യൂസ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ടേസ്റ്റ് ദിസ്. ഓക്കെ, ഇതിൽ ഒരുവിധം എല്ലാ നട്ട്സും ഉണ്ട്, സീഡ്സും ഉണ്ട്, ഇൻക്ലൂഡിങ് പംകിൻ സീഡ്സ്, റൈസിൻസ് ആൻഡ് എല്ലാം ഉണ്ടടാ. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പേരൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കി പറയേണ്ടി വരും. സോ ഇറ്റ്സ് ബെറ്റർ ടു എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് ആൻഡ് സം സീഡ്സും ഉണ്ട്. അത്ര തന്നെ. പംകിൻ സീഡ്സ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് പിന്നെ പംകിൻ സീഡ്സും ഉണ്ട്. സോ അത്രയും സാധനങ്ങളാണുള്ളത്. ഓക്കെ, ദിസ് ഡെയിലി ഒരു 3 സ്പൂൺസ് വെച്ച് നിങ്ങൾ കഴിച്ചാൽ മതി. ദാറ്റ്സ് ഇനഫ്. പിന്നെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ, വാൾനട്ടിനൊക്കെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുന്നില്ല, കാരണം ഇതിൽ ഹണി ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻസ് ടു യുവർ ടു ഡു ലിസ്റ്റ് ആസ് എ ബ്രൈഡ്. സെറ്റ് സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സ്നിക്കേഴ്സിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ അടിക്കുന്നു. മേ ബി നട്ട്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, ഹണി ഉണ്ടല്ലോ. സോ അത്രയേ ഉള്ളൂ. യൂസ് അൽസാക്ക്. ഓക്കെ, നല്ല വെറൈറ്റി പേരല്ലേ അൽസാക്ക്. അപ്പം ആസ് എ ബ്രൈഡ് നിങ്ങൾ എല്ലാവരും നിങ്ങളെ വാങ്ങി വെച്ചോ, നല്ലതല്ലേ?